LP-ST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നീക്കം. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വഴി റാങ്ക് ഹോൾഡേഴ്സിന് കത്ത് നൽകി. 2 മാസം സമയം വേണമെന്നും നിലവിലെ സമരം അവസാനിപ്പിക്കണമെന്നുമാണ് കത്തിലെ ആവശ്യം. മുഖ്യമന്ത്രിയും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം സർക്കാർ നീക്കത്തിന് വഴങ്ങില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. LP-ST റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടത്തിയ പുതിയ ശ്രമവും ഫലം കണ്ടില്ല. ഇന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വഴി റാങ്ക് ഹോൾഡേഴ്സിന് ഒരു കത്ത് നൽകിയിരുന്നു. നിയമന നടപടികൾ പരിശോധിക്കാൻ 2 മാസം കൂടി സമയം വേണമെന്നും നിലവിലെ സമരം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു കത്തിലെ ആവശ്യം. നിയമനത്തിൽ വ്യക്തമായി ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ നിലപാട്. അതേസമയം സമരം തുടരുമെന്നും റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കി. മലപ്പുറത്ത് മാത്രം 120 അധിക തസ്തികകളാണ് കൊടുത്തത്. അപ്പോൾ അതിൽ ഒരു അധിക ചെലവ് സർക്കാരിന് വരുന്നില്ല. ആ എയ്ഡഡിന് കൊടുത്തപ്പോൾ ആ 90 അധിക തസ്തികകൾ കൊടുത്തപ്പോൾ എയ്ഡഡിന് ഒരു അധിക ചെലവും വന്നില്ല. അതിനൊരു സാമ്പത്തിക മാന്യം അവർക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ അതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഇനിയും പഠിക്കണം. കാരണം ആ 2 ആഴ്ച കൊണ്ട് അവർക്ക് അധിക തസ്തികകൾ കൊടുക്കാനും അതിനുള്ള കാശ് കണ്ടെത്താനും എല്ലാം അവർക്ക് അതിനുള്ള സമയം കിട്ടി. 2 ആഴ്ച കൊണ്ടാണ്. നമ്മൾ ശക്തമായിട്ട് തന്നെ ഇതിന് കൂടുതൽ ഇന്നലെ നമ്മൾ സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നു. അതേപോലെ അതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഇവിടെ നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇതിനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇത് തീരുമാനിക്കുന്നത്. രേഖാമൂലം ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് കൊടുക്കണമെന്ന യുവമോർച്ച മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ അവരെയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാകണമായിരുന്നുവെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് പറഞ്ഞു. ഈ സമരങ്ങളിൽ നിങ്ങൾ രേഖാമൂലം ഈ സമരങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണം എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. ഇന്ന് അതിനെ തുടർന്ന് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെറ്റർ പേഡിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി ഒരു ലെറ്റർ അവിടുത്തെ സമര ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, അവരെ വിശ്വാസത്തിലെടുക്കുക, അവർ പറയുന്ന കാര്യങ്ങളോട് ശരിയായ രീതിയിൽ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ഇന്ന് കൊടുത്ത ആ ലെറ്റർ അല്ല ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞത്. ആ ലെറ്റർ അവിടെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. കാരണം അവരിതുവരെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങോട്ട് വന്ന് കാണുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമരമിരിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കാനും ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അതേസമയം 6 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന LP-ST റാങ്ക് ഹോൾഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി വളർമതിയുടെ ആരോഗ്യനില വഷളാവുകയാണ്. സർക്കാർ ഡോക്ടർമാരെയും സ്വകാര്യ ഡോക്ടർമാരെയും വളർമതിയുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിൽ നിന്ന് സർക്കാരും പോലീസും ഇടപെട്ട് തടഞ്ഞെന്ന ഗുരുതര ആരോപണവും ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നു. നിലവിൽ യുവമോർച്ചയുടെ ഇടപെടലിലൂടെയാണ് ചികിത്സ ലഭ്യമാകുന്നതെന്നും വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.